നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു അട്ടിമറിയുടെയോ ഒരു ചതിയുടെയോ എന്നൊക്കെ പറയാവുന്ന ഒരു കഥയാണ്. അതിങ്ങനെ തുടങ്ങുന്നു. MP വരെയായ ഒരാൾ പാർട്ടിയിലെ സർവ്വസ്ഥാനങ്ങളും രാജിവെക്കുക, പൂർവാശ്രമത്തിലെ ജോലിയായ അധ്യാപനത്തിലേക്ക് അദ്ദേഹം മടങ്ങുക. രാഷ്ട്രീയ വനവാസം അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ച ആളാണ് മുൻ കേന്ദ്രമന്ത്രി KV തോമസ്. അത് കൊച്ചി കായലിൽ ഒരു പായ്ക്കപ്പൽ നങ്കൂരമിട്ടതിന്റെ പേരിലായിരുന്നു. കോടതികളിൽ തെളിയിക്കപ്പെടാൻ കഴിയാതെ പോയ ഒരു കേസായിരുന്നു കൊച്ചിയിലെ പഴയ ഫ്രഞ്ച് ചാര കപ്പൽ കേസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ പേരിൽ സ്വന്തം രാഷ്ട്രീയ കക്ഷിയിലെ ചിലർ കുടുക്കിയതാണെന്നാണ് പ്രൊഫസർ KV തോമസ് അന്നും ഇന്നും പറയുന്നത്. ഫ്രഞ്ച് ചാരക്കപ്പലിൻ്റെ വേരുകൾ നമ്മൾ തേടുന്നു, വേരുകൾ തേടി. 1995 ഡിസംബർ 28 കൊച്ചിക്കായലിലൂടെ നിരവധി പായ്ക്കപ്പലുകൾ തലങ്ങും വിലങ്ങും പോകുന്നു. ചിലത് നങ്കൂരത്തിൽ. അതിലൊന്ന് ഗോവയിൽ നിന്ന് പുറപ്പെട്ട ഗലാത്തി എന്ന പായ്ക്കപ്പൽ. ഇത് മഡഗാസ്കറിൽ രജിസ്റ്റർ ചെയ്ത ഫ്രഞ്ച് ഉടമസ്ഥതയിലുള്ള കപ്പലാണ്. ഗോവയിൽ ഫേൺസ് ഇന്റർനാഷണൽ എന്ന കൺസൾട്ടൻസി സ്ഥാപനം നടത്തുന്ന ക്യാപ്റ്റൻ SM ഫുർട്ടാഡോ ഇന്ത്യയിലെ കോൺടാക്ട് പോയിന്റ്. സാമ്പത്തിക പിന്തുണ നൽകുന്നത് പാരീസ് ആസ്ഥാനമായ ഗോൾഡൻ ഒക്ടോപ്പസ്. ഉച്ചയോടെ കോസ്റ്റ് ഗാർഡിന്റെ തരങ്കിണി എന്ന കപ്പൽ ഗലാത്തിയെ വളഞ്ഞു. കോസ്റ്റ് ഗാർഡ് പിടികൂടുമ്പോൾ പായ്ക്കപ്പലിൽ 2 മാഗ്നോമീറ്ററുകൾ, അടിക്കടൽ സർവേക്കുള്ള സോണാർ സ്കാനർ, സമുദ്രോൽപ്പന്നങ്ങളുടെ പഠനമാണ് നടക്കുന്നതെന്ന് കപ്പൽ ജീവനക്കാർ. അനുമതിയില്ലാതെയാണ് സർവേ എന്ന് കോസ്റ്റ് ഗാർഡ് പോലീസിനെ അറിയിച്ചു. കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തു. ആ കേസിൽ ഫ്രഞ്ചുകാരായ ഫ്രാങ്കോ ക്ലാവൽ, എലേല ഫിലിപ്പ്, ഗോവക്കാരനായ ക്യാപ്റ്റൻ SM ഫുർട്ടാഡോ എന്നിവർ മാത്രമായിരുന്നില്ല പ്രതികൾ. കോടതിയിൽ കുറ്റപത്രമെത്തി. 4ാം പ്രതിയാളുടെ പേര് കണ്ട് കൊച്ചിക്കാരും കേരളവും ഞെട്ടി. കോൺഗ്രസ് നേതാവും MP-യുമായിരുന്ന KV തോമസ്. സർവേ നടക്കും മുൻപ് KV തോമസിനെ പ്രതികൾ കണ്ടു എന്ന് കുറ്റപത്രം. KV തോമസ് ഫ്രഞ്ചു ചാരന്മാരുടെ ലോക്കൽ ഗാർഡിയനാണെന്ന് കോൺഗ്രസിലെ മറ്റു ഗ്രൂപ്പുകാർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപിച്ചു. കൊച്ചിയിലെ സമുദ്രോൽപ്പന്നങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ സംസാരിച്ചതു മാത്രമാണ് ചെയ്ത കുറ്റം എന്ന് KV തോമസ്. കുമ്പളങ്ങയിലെ മീനുകളുടെ ഇഷ്ടത്തോഴൻ എന്ന നിലയിൽ മീനുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയാണ് അവർ വന്നതെന്നും MP. പൊതുവേദികളിലും വാർത്താസമ്മേളനങ്ങളിലും ഇത് ആവർത്തിച്ചെങ്കിലും കോൺഗ്രസുകാർ തന്നെ മറുപ്രസ്താവനകളുമായി വന്നു. അതോടെ കുറ്റപത്രം ഊരാക്കുടുക്കായി. പിന്നാലെ 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എങ്ങനെ പോയാലും 1,00,000 വോട്ടിന് കോൺഗ്രസ് ജയിക്കേണ്ട മണ്ഡലത്തിൽ KV തോമസ് LDF സ്വതന്ത്രൻ സേവ്യർ അറക്കലിനോട് തോറ്റു. 30,000 വോട്ടിനാണ്. അതോടെ KV തോമസ് കോൺഗ്രസിലെ എല്ലാ തെരഞ്ഞെടുത്ത സ്ഥാനങ്ങളും രാജിവെച്ചു. തേവര SH കോളേജിലെ അധ്യാപനത്തിലേക്ക് മടങ്ങി. ഇതിനിടെ 1998 ഒരു കോടതി വിധി വന്നു. KV തോമസിനെതിരായ കേസ് ദുരുപദിഷ്ടം എന്നായിരുന്നു അത്. KV തോമസ് കുറ്റമുക്തനായി. ആ വിധി തിരുത്താൻ ആരും അപ്പീലുകൾ നൽകിയതുമില്ല. പക്ഷെ അതൊന്നും പ്രതിപക്ഷത്തെ പാർട്ടിക്കാരായിട്ടില്ല, നമ്മുടെ തന്നെ ആളുകളാണ് അത് ചെയ്തത്. അതുകൊണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് അന്വേഷിക്കണം. അന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് AK ആന്റണിയാണ്. AK ആന്റണി ഞാൻ പറഞ്ഞു CBI അന്വേഷിക്കട്ടെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, CBI തന്നെ അന്വേഷിക്കട്ടെ. അങ്ങനെ CBI അന്വേഷിച്ചു. 1 വർഷം എടുത്തുള്ളൂ. അതിനകത്ത് പ്രഥമദൃഷ്ടിയ പോലും കേസില്ല എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയില്ല. കേസിൽ ഫ്രഞ്ചുകാർക്ക് നാട്ടിൽ പോകാൻ കോടതി അനുവാദം നൽകി. അവർ പിന്നെ മടങ്ങി വന്നില്ല. 1996 സേവ്യർ അറക്കലിൻ്റെ വിജയത്തിന് പിന്നിൽ ഇങ്ങനെ വികസിച്ചു കൊണ്ടിരുന്നൊരു സ്റ്റോറിയായിരുന്നു അത്, ഫ്രഞ്ച് ചാരക്കേസ് എന്ന പേരിൽ. ആ സംഭവം വലിയ തോതിൽ അറക്കലിനെ സഹായിച്ചിട്ടുണ്ട്. KV തോമസ് പെട്ടെന്ന് വോട്ടർമാർക്ക് അനഭിമതനാവുകയും സേവ്യർ അറക്കൽ ഏറെക്കുറെ അനായാസം എന്ന് തന്നെ പറയാവുന്ന വിജയം 96 കരസ്ഥമാക്കുകയും ചെയ്തു. പക്ഷെ 96 മത്സരം നടക്കുമ്പോൾ KV തോമസ് കേസിൽ പ്രതിയായിരുന്നില്ല. പക്ഷേ എങ്കിലും ആ കേസ് ആദ്യ തെരഞ്ഞെടുപ്പിനെ വല്ലാതെ സ്വാധീനിച്ചു. പായ്ക്കപ്പൽ സൂക്ഷിക്കാൻ നിവൃത്തിയില്ല എന്ന് കോസ്റ്റ് ഗാർഡ് കോടതിയെ അറിയിച്ചു. അത് കായലിൽ കിടന്ന് തുരുമ്പെടുത്തു. ഒടുവിൽ ആക്രി വിലയ്ക്ക് വിറ്റപ്പോൾ ഖജനാവിലേക്ക് എത്തിയത് 9 ലക്ഷം രൂപ. അതാണ് കേസുകൊണ്ട് സംസ്ഥാനത്തിനുണ്ടായ ലാഭം. ഇലക്ഷൻ ഡെസ്ക് 24.